ബാക്ക്. അപ്പോൾ നമ്മുടെ +1 മാത്സിൻ്റെ മോഡൽ എക്സാം ആയിരുന്നു. മാത്സിൻ്റെ എക്സാം എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, എന്നാൽ ടഫാണോ ചോദിച്ചാൽ ടഫാണ്. അങ്ങനത്തെ ഒരു മാതിരി കുഴപ്പിക്കുന്ന ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൽ നിന്ന് പറയുമ്പോൾ ലെവൽ കൂടിയ ചോദ്യങ്ങളുണ്ട്, എന്നാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു. അവിടെ ഒരു ആവറേജ് ലെവലിലാണ് നിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഞാൻ പഠിച്ച ഒരു ലെവൽ വെച്ചാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്കും ഓരോരോ ഒപ്പീനിയൻസ് ആയിരിക്കുമല്ലോ. നിങ്ങൾക്ക് ചിലവർക്ക് ഈസി ആയിരിക്കും, ചിലവർക്ക് ഭയങ്കര ടഫായിട്ടായിരിക്കും, ചിലവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്ന എക്സാം എന്നൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ഞാൻ എല്ലാം വായിക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് എക്സാം എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടഫ് ടു മീഡിയത്തിൻ്റെ ഇടയിലാണെന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ക്രിസ്മസ് എക്സാമിൻ്റെ ആ ഒരു ലെവലിൽ എത്തിയോ ചോദിച്ചാൽ ഇല്ല, എന്നാലും എവിടേക്കോ എന്തൊക്കെയോ ഒരു പാളിയ പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ മാത്സിൻ്റെ എക്സാം. മാത്സിന് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. 3 പോയിൻറ്റ്സ് തന്നിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും കോൺസെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പോർഷനാണ് ഈ ഒരു സർക്കിൾ. പിന്നെ അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തു. പിന്നെ രണ്ടാമത്തത് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഞാൻ അത്യാവശ്യം എഴുതി. എന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യം അറിയാത്തൊരു ചാപ്റ്റർ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ വന്നപ്പോൾ തന്നെ അത് അത്യാവശ്യം പഠിച്ച് സെറ്റാക്കി. പിന്നെ മൂന്നാമത്തത് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ചെയ്താൽ വേണ്ടിയിട്ട് അതിൻ്റെ മൈനസ് കോസ് എക്സ് എന്ന് എനിക്കറിയാം, പക്ഷേ ഇതിൻ്റെ സ്റ്റെപ്സ് ഒന്നും വലിയ പിടുത്തമില്ല. ഞാൻ നേരെ തട്ടിക്കൂട്ടി എന്ന് എഴുതി വെച്ചു. പിന്നെ നാലാമത്തത് ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് വന്നായിരുന്നു. ആ ഒരു ചാപ്റ്റർ അത്യാവശ്യം എനിക്ക് അറിയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സം ഓഫ് കോഎഫിഷ്യൻ്റ് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. അത് 2n10 കൊടുത്തിട്ട് അത് ഞാൻ ആയിരുന്നു ആൻസർ എഴുതിയത്, ശരിയാണെന്ന് എനിക്കറിയില്ല. പിന്നെ അതിൻ്റെ തന്നെ രണ്ടാമത്തത് തേർഡ് ടൈം എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. അത് മറ്റേ ആദ്യം തന്നത് എക്സ്പാൻഡ് ചെയ്തിട്ട് 3 ടൈം മൊത്തത്തിൽ കിട്ടും. അതിൽ മൂന്നാമത്തെ ടൈം ഞാൻ എഴുതി വെച്ചു. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ അതിൽ നിന്ന് വന്നായിരുന്നു. i⁻²00. അത് ഞാൻ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആയിട്ട് കിട്ടും. പിന്നെ a+ib ഫോമിൽ ചെയ്യുമ്പോഴത്തേക്കും 1+0 ആയി. അങ്ങനെ എന്തായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ തന്നെ രണ്ടാമത്തത് z1 = 4+3i. അതെന്ന് പറയുമ്പോൾ i വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, Z2 കിട്ടും. അപ്പോൾ അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായി. പിന്നെ കോംപ്ലക്സ് പ്ലെയിനിൽ അത് മാർക്ക് ചെയ്യാൻ പറഞ്ഞു. അത് 2 പോയിൻറ്റ്സ് ഞാൻ എവിടെ മാർക്ക് ചെയ്തു, ശരിയാണെന്ന് തോന്നുന്നു. എന്തോ 4-3 3-4 ആണെന്ന് തോന്നുന്നു കിട്ടി. പിന്നെ അതിൻ്റെ തന്നെ അല്ല, ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഫാൾസ് കണ്ടുപിടിക്കാനാണ്. അത് ഞാൻ B ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് ശരിയാണോന്ന് എനിക്കറിയില്ല. പിന്നെ അതിൻ്റെ തന്നെ രണ്ടാമത്തത് വെൻ ഡയഗ്രം വരയ്ക്കാനാണ്. അത് അത്യാവശ്യം നന്നായിട്ട് വരച്ചു, ശരിയാണെന്ന് തോന്നുന്നു. അത്യാവശ്യം എല്ലാം എയിലും ബിയിലും വരും. പിന്നെ പുറത്ത് ആ ഒരു യൂണിയനിൽ 7 മാത്രമേ ഉണ്ടാവുള്ളൂ തോന്നുന്നു. അത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു കുറേ പേര് അത് തെറ്റിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമ്മളധികം അങ്ങനെ ശ്രദ്ധിക്കില്ല. ആ ഒരു യൂണിയനിൽ 7 മാത്രം എയിലും ഇല്ല ബിയിലും ഇല്ല. അപ്പം അങ്ങനെ അത് ശരിയാണെന്ന് തോന്നുന്നു. പിന്നെ ഏഴാമത്തത് എന്താണ്, ഫസ്റ്റ് വൺ ഡ്രോ ദ കാർട്ടീഷ്യൻ പ്ലെയിൻ. അതെന്താ സംഭവം, ഞാൻ അത് പഠിച്ചായിരുന്നു, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് നോക്കി പോയതായിരുന്നു. പക്ഷെ അതെന്താ സംഭവം എനിക്ക് ഓർമ്മ കിട്ടാത്തതുകൊണ്ട് ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ എഴുതിയില്ല. അതിൻ്റെ രണ്ടാമത്തത് പാരലൽ ലൈനിൽ ഇക്വേഷൻ എഴുതാൻ പറ്റായിരുന്നു. അത് m1 × m2 വെച്ചിട്ട് ആ ഒരു സംഭവം സ്ലോപ്പ് ഈക്വൽ ആക്കിയിട്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തന്നെ ഡിസ്റ്റൻസ്, മൂന്നാമത്തെ ഡിസ്റ്റൻസ് ആയിരുന്നു. അതും ഡിസ്റ്റൻസിൻ്റെ ഫോർമുല വെച്ച് ചെയ്തു. അതും കുഴപ്പമില്ലാണ്ട് ആൻസർ ചെയ്തു. എട്ടാമത്തത് ചെറിയൊരു കുഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ 3D ജിയോമെട്രി അതിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഈസി ആയിട്ടുള്ള വരുന്ന ചോദ്യങ്ങളായിരുന്നു. പക്ഷേ ഇത് അത്യാവശ്യം കുഴപ്പിക്കുന്നതായിരുന്നു. ഞാനിത് ലാസ്റ്റ് എഴുതാന്ന് വെച്ചിട്ട് അവസാനം എഴുതാൻ സമയം കിട്ടിയില്ല. പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിലേഷൻസ് ആൻഡ് ഫങ്ഷനിൽ നിന്ന് വന്നായിരുന്നു. അതും കുഴപ്പമില്ലാണ്ട് എഴുതി. അതിൽ തന്നെ രണ്ടാമത്തെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കുറേ നേരം ഇരുന്ന് ആലോചിച്ചാലാണ് നമുക്ക് ആ ഒരു ആൻസർ കിട്ടുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് പ്രാക്ടീസ് ചെയ്തവർക്ക് അത്യാവശ്യം ഈസി ആയിരിക്കും, അല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കും. പിന്നെ 10ാമത്തത് ഇനീക്വാലിറ്റി സോൾവ് ചെയ്യാനാണ്. അത് പിന്നെ അപ്പുറത്തോട്ടിട്ട് നമ്മൾ അത് സോൾവ് ചെയ്തു. 10ാമത്തതും കുഴപ്പമില്ലാണ്ട് എഴുതി. പിന്നെ 11ാമത്തത് ഞാൻ ഇതുവരെ കാണാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാലും ഇന്നത് സൈലത്തിൻ്റെ സൂപ്പർ 16 എന്തോ കണ്ടായിരുന്നു തോന്നുന്നു. എന്നാലും അത് ഡിഫറെൻ്റ് ആണ്. ഇത് വേറെ എന്തോ ഡിഫറെൻ്റ് ആണ്. സൈൻ എക്സ് കോസ് എക്സ് വെച്ച് വരുന്നതാണ്. ഞാൻ എത്ര നോക്കിയിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നൊരു പിടുത്തം കിട്ടുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ അത് സ്കിപ്പ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 12ാമത്തത് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് വന്നാൽ തോന്നുന്നു.
അതോ പ്രോബബിലിറ്റിന്നോ എവിടുന്ന് വന്നു അതിലത്തെ ആദ്യത്തെ രണ്ട് സെക്ഷൻ കുഴപ്പമില്ലാണ്ട് പോയി. പിന്നെ മൂന്നാമത്തത് 600-നെക്കാട്ടും എബോവ് വരുന്ന 3 ഡിജിറ്റ് നമ്പർ, അത് കുറച്ച് ഒന്ന് കുറേ നേരം ഇരുന്ന് ആലോചിക്കണം. പിന്നെ ഞാൻ ടോട്ടലിന്ന് മൈനസ് ചെയ്ത് അങ്ങനെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, ശരിയാണെന്നൊന്നും അറിയില്ല. പിന്നെ 13ാമത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് കാണുമ്പോൾ മറ്റേ -101 ആ ഒരു ക്വസ്റ്റ്യൻ പോലെ തോന്നുമെങ്കിലും പിന്നെ നോക്കി വായിച്ച് നോക്കുമ്പോഴാണ് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഞാൻ എത്ര നോക്കിയിട്ടും അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ എക്സും വൈ നോക്കിയിട്ട് കിട്ടുന്നില്ല ഗൈസ്. ഇത് ഈസി ആയിട്ട് ചെയ്ത കുറേ പേരുണ്ടാവുമായിരിക്കും, പക്ഷേ എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു ഗൈസ്, ഞാനത് സ്കിപ്പ് ചെയ്തു. പിന്നെ 14ാമത്തത് നമ്മുടെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാലേ അതും അത്യാവശ്യം ചെയ്തു. പിന്നെ 15ാമത്തെയാണ് ഫസ്റ്റ് വായിക്കുമ്പോൾ അത്യാവശ്യം ഈസി ആയിട്ട് തോന്നുമെങ്കിലും പിന്നെ വായിക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് കുഴപ്പിക്കുന്നൊരു ചോദ്യമായിരുന്നു. എന്താ വെച്ചാൽ അതിൽ നമ്മൾ ഡയറക്റ്റായിട്ട് എയും ബിയും കിട്ടിയിട്ടില്ല, നമ്മൾ കണ്ടുപിടിക്കണം. ഞാനത് എക്സും വൈയും ആ ഒരു പോയിന്റ് തന്നു വെച്ച് വൈ സ്ക്വയർ വെച്ച് ചെയ്തെങ്കിലും എ കിട്ടി, എന്നാലും ബി കിട്ടാൻ ഞാൻ കുറേ ശ്രമിച്ചു. ബി എനിക്ക് കിട്ടിയില്ല. പിന്നെ സി മറ്റേ ഫോക്കിലുള്ളതുകൊണ്ട് അങ്ങനെ വെച്ച് ഞാൻ മേജർ ആക്സസ് ഒക്കെ എഴുതി, ബാക്കിയുള്ളതൊക്കെ എനിക്ക് എഴുതാൻ കിട്ടിയില്ല. അപ്പം അതും സ്കിപ്പ് ചെയ്തു. പിന്നെ 16ാമത്തേത് എന്താ എക്സ് ഇൻ്റർസെപ്റ്റും പിന്നെ മറ്റേ വൈ ഇൻ്റർസെപ്റ്റും ആയിരുന്നു കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഞാൻ എക്സ് 4 എഴുതി, വൈ 1 എഴുതി. മീൻസ് മറ്റേ പാരലായിട്ട് അങ്ങനെ പോകുന്ന നോക്കി എഴുതി. ഞാൻ എൻ്റെ ഒരു രീതിയിൽ വെച്ച് എഴുതിയതാണ്, ശരിയാണെന്നും അറിയില്ല. പിന്നെ ഇക്വേഷൻ x/4 + y/1 = 1 അതുണ്ടല്ലോ, അതേപോലെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കൺവേർട്ട് ചെയ്തിട്ട് ഇക്വേഷനാക്കി എഴുതി, അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 17ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, ഞാൻ സിയോ ഡിയോ എന്താണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തന്നെ രണ്ടാമത്തത് ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ സീക്സ് ആയിരുന്നു, അത് ഞാൻ ഡി ആണെന്ന് തോന്നുന്നു എഴുതി വെച്ചത്. ഇത് ഞാൻ പറയുന്ന പകുതി കാര്യങ്ങളും തെറ്റായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ഞാൻ എങ്ങനെ എഴുതിയെന്നുള്ളത് മാത്രം ഉള്ളതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പിന്നെ 17ാമത്തെ ക്വസ്റ്റ്യൻ്റെ 3ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പ്രൂവ് ചെയ്യാനായിരുന്നു. അതിലത്തെ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് tan 3x tan 2x tan x ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതായിരുന്നു. അത് ഞാൻ ഇതിന് മുമ്പ് ട്രിഗണോമെട്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് കുറേ ചെയ്ത് പഠിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ അതിൻ്റെ ബി ഫസ്റ്റ് കണ്ടപ്പോൾ ചെറിയൊരു ഇത് ചെയ്താൽ കിട്ടുമോ എന്ന് വിചാരിച്ചെങ്കിലും ഞാനിത് ചെയ്ത് നോക്കി. മറ്റേ -2 sin x + y/2 ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അതിട്ട് ചെയ്ത് അവസാനമായപ്പോൾ കറക്റ്റ് ആ ഒരു ഉത്തരം തന്നെ കിട്ടി. അപ്പോൾ അത് അത്യാവശ്യം ചെയ്തു. പിന്നെ 18ാമത്തേൻ്റെ എ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2x² - 4 ആ ഒരു സംഭവമായിരുന്നു. അതെന്ന് പറയുമ്പോഴത്തേക്കും ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ബേസിക്കായിട്ട് പഠിക്കുന്ന ഒരു സംഭവമാണ് അത്. x² - 2 ഇട്ടിട്ട് 2² വെച്ചിട്ട് അത് പിന്നെ ചെയ്യുമ്പോൾ അടിയിൽ 0 വരാണ്ട് വരും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടി, അത്യാവശ്യം അത് ചെയ്തു. പിന്നെ ബി എന്ന് പറയുമ്പോൾ cos x /π - x ആയിരുന്നു. പൈ ഞാൻ 1/π ഇട്ടിട്ട് ഇങ്ങോട്ട് മാറ്റി നിർത്തി, അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതും എങ്ങനെയോ ചെയ്ത് ആക്കിയിട്ടുണ്ട്. സ്റ്റെപ്പ് കറക്റ്റാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ അതിൻ്റെ തന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് മറ്റേ ഡെറിവേറ്റീവ് ചെയ്താൽ മറ്റായിരുന്നു 2x + 1 അതിൻ്റെ ഒക്കെ ആ ഒരു എയും ബിയും. അതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇന്നലെ ആ ഒരു ചാപ്റ്റർ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ ചാപ്റ്റർ നോക്കി ഇതൊക്കെ അതിൽ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പഠിച്ചതൊക്കെ എവിടേക്കും ഓർമ്മയുണ്ടെങ്കിലും കറക്റ്റ് എന്തോ അതിൻ്റെ ആൻസർ എനിക്ക് ഓർമ്മ കിട്ടിയില്ല, എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എഴുതാനുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്തു. പിന്നെ 20ാമത്തേന്ന് പറയുന്നത് സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്ന് വന്നായിരുന്നു. അത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ആൻസർ എഴുതി. ഈ ഒരു ചാപ്റ്റർ എനിക്ക് അത്യാവശ്യം അറിയുന്നതായതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ സ്കൂളിൽ വന്നിട്ട് ഒന്ന് PYQ ഒക്കെ ഒന്ന് മറിച്ച് നോക്കി, അതിൽ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നെ ഇതിലും വന്നു. അതുകൊണ്ട് അത് അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റി. 20 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ടോട്ടൽ ഉണ്ടായിരുന്ന 2 മണിക്കൂർ ടൈമും. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്ത് വിട്ടുകൊണ്ട് തന്നെ എനിക്ക് ഒരു പിടിയില്ല ഇനി പേപ്പർ കിട്ടുമ്പോൾ എത്ര മാർക്ക് ഉണ്ടാവും. ഒരു 20 മാർക്കിന് മേലൊക്കെ കിട്ടണമെന്നുണ്ട് ഗൈസ്, എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് മാർച്ച് 3 മോഡൽ എക്സാമിൻ്റെ പേപ്പർ കിട്ടുമെന്നാണ് പറഞ്ഞത്. അന്ന് നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടും, അപ്പോൾ അന്ന് സ്കൂളിൽ പോകണം. അപ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും പേപ്പർ കിട്ടുമെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് നാളെ ഫിസിക്സിൻ്റെ എക്സാമാണ് ഗൈസ്, എന്താകുമെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഇന്നലെ ഞാൻ ഒരു പോളെ കണ്ണടച്ചില്ല. ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ കണ്ണിങ്ങനെ അടഞ്ഞ് മീൻസ് ഉറക്കം വരുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇന്നലെ രാത്രി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫിസിക്സ് പോട്ടെ മാത്സിൽ സൈലത്തിൻ്റെ സൂപ്പർ 16 ലൈവ് ഉണ്ടല്ലോ, 6.5 മണിക്കൂർ ഏകദേശം ഉണ്ടായിരുന്നു, അതിരുന്ന് കണ്ടു. പിന്നെ എന്താ ഇത്ര വൈകിയെന്ന് വെച്ചാൽ വീട്ടിൽ വന്ന് എഡിറ്റ് ചെയ്ത്
വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് രാത്രി പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി ഒരു 9:30 ആയപ്പോഴത്തേക്കും പഠിക്കാനിരുന്നു. അപ്പോൾ ഫസ്റ്റ് പഠിച്ചത് പഠിക്കാത്ത കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പഠിക്കാത്ത മീൻസ് കുറച്ചൊന്ന് റിവൈസ് ചെയ്യാൻ മറന്നുപോയ ചാപ്റ്റേഴ്സ് ഞാൻ ആദ്യം പഠിച്ചു. പ്രോബബിലിറ്റി, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്, അങ്ങനത്തെ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ നോക്കി വന്ന് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു ലൈവ് കാണാൻ വേണ്ടിയിരുന്നു. അതെന്ന് പറയുമ്പോഴത്തേക്കും ഫുള്ള് കാണാനല്ലേ, ഞാൻ സ്പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കുറേ ടൈം എടുത്ത് അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ എന്നിട്ടും തീർത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു അരമണിക്കൂർ പിന്നെയും ബാക്കി ഉണ്ടായിരുന്നു. ലാസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു. അത് ഞാൻ കണ്ടില്ല, ഞാനത് സ്കിപ്പ് ചെയ്ത് വിട്ടു. അപ്പോൾ ബാക്കി ചാപ്റ്റേഴ്സൊക്കെ ഞാൻ അത് കണ്ടിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് വലുതായിട്ടൊന്നും എഴുതാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ നമുക്കിനിയും അത്ര നന്നായിട്ട് ശ്രമിക്കണം. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. എനിവേസ്, പിന്നെ നമ്മുടെ ഫാമിലി, നമ്മുടെ യൂട്യൂബ് ഫാമിലി 10K ആവാറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളിപ്പോൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് 10K ആവാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഒരു മാത്സിൻ്റെ റിവ്യൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നിങ്ങൾക്ക് മാത്സിന് എക്സാം എങ്ങനെ ഉണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.